2 മാസം മുൻപ് മൂവാറ്റുപുഴ നഗരത്തിന്റെ ഹൃദയഭാഗമായ കച്ചേരിത്താഴം പാലത്തിന് സമീപം രൂപപ്പെട്ട കുഴി പൂർണ്ണമായും അടച്ചു. കുഴി മൂടുന്നതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ വലിയ ഗതാഗതക്കുരുക്കാണ് കച്ചേരിത്താഴത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഈ ഭാഗം കൂടി ടാർ ചെയ്യുന്നതോടെ നഗരത്തിലെ ഗതാഗത തടസ്സം പൂർണ്ണമായും നീങ്ങുമെന്ന പ്രതീക്ഷയാണ് അധികൃതർക്കുള്ളത്. മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് 2 മാസങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ഗർത്തം പൂർണ്ണമായും അടച്ചു. കച്ചേരിത്താഴം പുതിയ പാലത്തിന് സമീപമാണ് കുഴി രൂപപ്പെട്ടിരുന്നത്. മൂവാറ്റുപുഴയിലെ സ്വകാര്യ സ്കൂൾ ബസിന്റെ മുൻചക്രം കുഴിയിൽ വീണാണ് ആദ്യമായി ഗർത്തമുണ്ടായത്. ഗർത്തമടയ്ക്കുന്നതിനുള്ള നടപടികൾ നടന്നുവരികയാണ്. കൂടുതൽ പഠനങ്ങൾ നടത്തിയാണ് ഗർത്തത്തിന്റെ ആഴം മനസ്സിലാക്കിയത്. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച കാനയുടെ സ്ലാബ് ഇടിഞ്ഞ് റോഡിനടിഭാഗത്തുള്ള മണ്ണ് പുഴയിലേക്ക് ഇരുന്നു പോയതാണ് ഇത്തരത്തിലുള്ള ഗർത്തം രൂപപ്പെടാൻ കാരണമായത്. 2 വർഷം മുൻപും ഇത്തരത്തിൽ വലിയ ഗർത്തം ഇവിടെ രൂപപ്പെട്ടിരുന്നു. അന്ന് താൽക്കാലികമായി കുഴി അടച്ചിരുന്നു. ഇതേ സ്ഥലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് 2 മാസം മുൻപ് വീണ്ടും കുഴി രൂപപ്പെട്ടത്. KRFBയുടെ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി സ്ഥലപരിശോധന നടത്തിയിരുന്നു. ദേശീയ തലത്തിലുള്ള ഏജൻസികളും വിവിധ പഠനങ്ങൾ നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് കാന കൃത്യമായി കണ്ടെത്തിയത്. നഗര റോഡ് വികസനത്തിന്റെ ഭാഗമായി 50 മീറ്റർ ഭാഗത്ത് നിർമ്മാണം നടത്തിയിരുന്നില്ല. കുഴി പൂർണ്ണമായും അടച്ചതോടെ ഈ ഭാഗവും ടാറിംഗ് പൂർത്തിയാക്കും. കച്ചേരിത്താഴം മുതൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വരെ ഇരുവശത്തുമുള്ള റോഡ് ടാറിംഗ് പൂർത്തീകരിച്ച് ഇരുഭാഗങ്ങളിലും വാഹനം കടത്തിവിടുന്നുണ്ടായിരുന്നെങ്കിലും കച്ചേരിത്താഴം പുതിയ പാലത്തിലൂടെ ഒറ്റവരിയായി മാത്രമാണ് ഗതാഗതം തുറന്നു നൽകിയിരുന്നത്. ഇതേ തുടർന്ന് നഗരത്തിൽ വലിയ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. കുഴി മൂടി ഈ ഭാഗം കൂടി തുറന്നു നൽകുന്നതോടെ നഗരത്തിലെ ഗതാഗത തടസ്സത്തിന് പൂർണ്ണമായ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.